ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സരിതയുടെ കഥയാണ്. നിങ്ങളാണോ ഗുണ്ട് സജീവ്? അതെന്താണ് ആൾക്കാരൊക്കെ നിങ്ങൾ ഗുണ്ട് സജീവ് എന്ന് പറയാൻ കാരണം? അച്ഛൻ്റെ പേര് എനിക്ക് കിട്ടതാ. ഗുണ്ടു എന്നാണ് അച്ഛൻ്റെ പേര്. അതെങ്ങനെ പേര് വരാൻ കാരണം? യഥാർത്ഥ പേര് ഗുണ്ടുമണിയാണ്. ഗുണ്ടുമണി എന്നാണ്, അതാണോ ഗുണ്ടു സജീവായത്? ഓ, ഞാൻ ചോദിച്ചവരെ ഗുണ്ടായുസൊക്കെ കാണിച്ചിട്ട് അതല്ല അല്ലേ? ഇപ്പം ഗുണ്ടായുസം ഉണ്ടായിരുന്നു. ഗുണ്ടായുസം ഉണ്ടായിരുന്നു. അത് അമ്മയും ഭാര്യയും തല്ലുന്നാണോ ഗുണ്ടായുസം? അല്ല, പുറത്തേ ഉള്ളൂ. പുറത്തേ ഉള്ളൂ. അമ്മയും ഒന്നും തല്ലില്ല? ഭാര്യ തല്ലില്ല? ഭാര്യ തല്ലും. തല്ലും? മദ്യപിച്ചിട്ട് വരുമ്പോ തല്ലും. തരും. അമ്മ അടിച്ചിട്ടേ ഇല്ലേ? ഇല്ല. അതെന്താ ഭാര്യ തല്ലുന്നത്? ഭാര്യ തല്ലുന്ന ഭാര്യ പറയുമ്പോഴത്തേക്ക് ഭാര്യ വേറെ എന്തെങ്കിലും രീതിയിൽ എന്റെ അടുത്ത് പറയും. ഭാര്യ നിങ്ങളെ തല്ലിയിട്ടുണ്ടോ? ഇല്ല, കടിച്ചിട്ടുണ്ട്. കടിച്ചിട്ടേ ഉള്ളൂ. പാവം, അതിനെ കൊണ്ടല്ലേ കഴിയുള്ളൂ. അമ്മയെ തല്ലിയിട്ടേ ഇല്ല? ഇല്ല. ഒരു പറയുന്നില്ല അമ്മയെ തല്ലിയിട്ടുണ്ടെന്ന്. വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മയെ. അമ്മയെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? അമ്മ തല്ലും. എന്നെ അടിക്കുമ്പോഴത്തേക്ക് അമ്മ ഓടി വന്ന് പിടിക്കുമ്പോ അമ്മയെ തല്ലും. ഇവരെല്ലാം പറയുന്നല്ലോ അമ്മയെ തല്ലുമെന്ന്. ഇല്ല, വഴക്ക് പറയാമെങ്കിലേ ഉള്ളൂ. അവരുടെ വീട്ടിൽ വെച്ച് അമ്മയെ തല്ലിയിട്ടില്ല? അവരുടെ വീട്ടിൽ പോയി അമ്മ ഇവര് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ തല്ലിയിട്ടില്ല? എന്റെ അമ്മേനെക്കാട്ടി കൂടുതൽ സ്നേഹിക്കുന്ന അമ്മേനെ. കൂട്ടുകാരുടെ പോയിട്ട് മദ്യപിച്ച് റോഡിൽ എന്തെങ്കിലും വഴക്കുണ്ടാകും. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊരു കൊലപാതക കേസിൽ പ്രതിയാണോ? എങ്ങനെയാ അങ്ങനെ ആയത്? ഞാൻ എന്നെ അതിൽ പ്രതിയാക്കിയത്. ഞാൻ ഇത് ചെയ്ത കേസല്ല. നിങ്ങൾ ചെയ്തതല്ല അത്? അല്ല, എന്നെ പ്രതിയാക്കിയത്. പിന്നെ എങ്ങനെ പ്രതിയാക്കും അവര്? അന്നേരം ഞാൻ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെയും കുറെ കൂട്ടുകാരുണ്ട്, പുറത്തും കുറെ കൂട്ടുകാരുണ്ട്. അവര് പോയി ചെയ്തപ്പോഴത്തേക്ക് എന്നെയും കൂടെ ചെറിയ സ്റ്റേഷൻ പിടിച്ച് പ്രതിയാക്കി എടുത്തു. 12-13 പ്രതിയാക്കി എന്നെ എടുത്തു. അപ്പൊ ഈ കൂട്ടുകാരെല്ലാം ഗുണ്ടകളാണോ? അതെ. ഗുണ്ടകളായിട്ട് ഇങ്ങനെ ഒരു കൂട്ട്? 18 വയസ്സിൽ ഇത് തുടങ്ങിയതാ. ഇനിയിപ്പം നിർത്താന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എന്നുവെച്ചാൽ 18 വയസ്സിൽ എന്ത് തുടങ്ങി? ഗുണ്ടായുസം തുടങ്ങിയതാ. ഗുണ്ടായുസം തുടങ്ങി. അത് നിർത്താൻ ഒക്കുന്നില്ലേ? എന്താ കാരണം? ഇനിയിപ്പോ ഞാൻ നിർത്തിയാൽ ചിലപ്പോ എനിക്ക് വെളിയിൽ റോഡിൽ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അതിനൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. 18 വയസ്സ് നിങ്ങൾ എങ്ങനെയാ തുടങ്ങിയത്? ഞാൻ 18 വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയതിനു ശേഷം രണ്ടുപേരും ചോദിച്ചപ്പോഴത്തേക്ക് ജംഗ്ഷനിൽ വെച്ച് ഞാൻ ചോദിക്കുന്നു. വേറെ ആട്ടോക്കാർക്ക് എന്ത് സാധനമായിരുന്നു? സിവിലിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ്. മദ്യം മേടിക്കാനായിട്ട് കാശാശ, അതാണ് ആവേശം. 2 മണിക്കൂർ താമസിച്ചു വന്നപ്പോ അതുകൊണ്ടാണോ ദേഷ്യം വന്നത്? എന്നിട്ടാണോ അയാൾ അടിച്ചു കൊന്നത്? അല്ലല്ല, ആളിനല്ല. പിന്നെ ആരെയും അടിച്ചു കൊന്നത്? ആരെയാ? കുഞ്ഞുമോനെന്ന് പറയും. അതാണ് ആദ്യത്തെ ഗുണ്ടായിസം ഇത്? അല്ല, ആ പുള്ളിയും ഗുണ്ടായിരുന്നു. അയാളും ഗുണ്ട? ഞങ്ങളൊരു സുഹൃത്തിനെ അവര് വെട്ടിക്കൊന്നു നട റോട്ടിട്ട്. ആരുടെ സുഹൃത്തിനെ? എന്റെ സുഹൃത്തിനെ. ഇയാൾ വെട്ടിക്കൊന്നോ? ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ജയൻ എന്ന് പറയുന്നത് അവര് 2 അനിയന്മാരും കൂടെ ചേർന്ന് വെട്ടിക്കൊന്നു. അങ്ങനെ അതിന് പകരത്തിന് വേണ്ടി ഇത് ചെയ്തത്. പകരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു. അപ്പൊ ഈ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടാണോ കൊല്ലുന്നത്? അല്ലാതെ ഈ പുള്ളിനെ കിട്ടത്തില്ല. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് കാരനൊക്കെ അറിയാം? നിങ്ങൾക്ക് ആരൊക്കെ കൂടെയാ പോയത്? നല്ലൊരു വേറെ പോയാ അവര് നമ്മളടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞതാ. നമ്മളീ സ്ഥലത്തില്ല. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ഞങ്ങൾ വേറെ സ്ഥലത്തിരുന്ന് മദ്യപിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അറിയണ ഈ പുള്ളി മരിച്ചതായിട്ട്. അവിടെ നിന്ന് അടുത്ത വണ്ടി. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇവര് സംസാരിച്ചു, ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഇങ്ങനെ പോയി ഇയാൾ ഇടിച്ചു കൊല്ലണം എന്നൊക്കെ ആദ്യമേ പ്ലാനിങ് ഉണ്ടായിരുന്നു? ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു നിങ്ങൾ പ്രതിയായത് അല്ലേ? അത് ശരി. വിളിക്കാതെയും അത് അവന്റെ വീടല്ലേ? നിങ്ങളുടെ വീട് കല്യാണം കഴിഞ്ഞാൽ അവന്റെ വീടല്ലേ? അവരെ വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ സാറേ. അതെങ്ങനെ പറയാതെ ഇരിക്കാനൊക്കെ? എന്റെ അമ്മയ്ക്ക് 2 സഹോദരന്മാരുണ്ട്. അവരെ 3 വരെ വസ്തുവാണ് 4 സെന്റ് പേരിടം. അത് പഞ്ചായത്ത് ഈ കോളനി. അത് എന്തായിക്കോട്ടെ, നിങ്ങളുടെ അമ്മ അവിടെ താമസിക്കുന്നു, അത് അവളുടെ ഭർത്താവ് താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അവളുടെയും വീട്. അവരെന്നെ അവിടെ കയറില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. എന്റെ അമ്മ കേറണ്ട, അവര് വന്ന് കേറട്ടെ. അവര് പിള്ളേരുള്ളവരല്ലേ? അതാണ് സാർ, അവരും അവിടെ വരണ്ട. അവർക്ക് വീടുണ്ട്, അവർക്ക് അവിടെ താമസിക്കാം. അങ്ങനെയാണ് നിങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അവരുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾ എന്തിനാ ഭർത്താവ്? എന്റെ വീട്ടിൽ നിൽക്കണ്ട. എന്റെ വീട്ടിൽ എന്ത് വന്നാലും എന്റെ വീട്ടിൽ ഞാൻ നിർത്തത്തിൽ. അവരെ വീട്ടിൽ നിൽക്കുക, എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പോയി കാണും. ജോലി ചെയ്യണേൽ രോഗം കൊടുക്കും. അത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയില്ല, എന്റെ മക്കൾക്ക് വേണ്ടി. 8 വർഷമായിട്ട് എന്തിനാ പിടങ്ങി? 8 വർഷമായിട്ട് അത് മേഡം അവരെടുത്ത് ചോദിക്കണം. 8 വർഷത്തിന് അവര് കാരണം വേറൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ സ്ത്രീയായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞു. ആ പെണ്ണിനെ വന്ന് അവരുടെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ടുണ്ടോ? വിളിച്ചത് അത് ഇവര് പിണങ്ങിപ്പോയി 4 വർഷം കഴിഞ്ഞതിന് ശേഷം 1 മാസം എന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ നിർത്തിയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ
പിന്നെ പറയണത് എന്ത് ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു വീട് വെച്ച് നമുക്ക് അങ്ങോട്ട് മാറണ്ടേ നിനക്ക് എന്റെ വീട്ടിൽ കിടക്കാതെ കിടന്നാ മതി ഈ പറയുന്ന ആളെ രീതി മാറുകയാണ് ഞാൻ പറയട്ടെ അവിടെ തന്നെയാണ് കിടന്നത് അല്ലല്ലേ രണ്ടുപേരോട് പറയാം അവര് ജോലി വിട്ട് നിൽക്കാൻ പറയരുത് ജോലിക്ക് പോകണ്ട മാഡം ഞാൻ വീട് വെച്ചാലും ജോലിക്ക് പോകണ്ട ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കരാറും ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല അത് അവരുടെ അവകാശമാണ് ജോലിക്ക് പോകേണ്ടത് സജീവല്ല ഇനി ആര് പറഞ്ഞാലും അവര് ജോലി ചെയ്യുന്ന പൈസ അവര് സൂക്ഷിക്കുക അത് അവര് സൂക്ഷിച്ചോളാം ഞാൻ ജോലി ചെയ്യുന്ന പൈസ ഞാൻ സൂക്ഷിച്ചോളാം എന്റെ മക്കളെ പേരിൽ ഞാൻ ബാങ്കിൽ കളയാം കളഞ്ഞാൽ മതി മാഡം ശരി പിള്ളേ അപ്പൊ നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട അരിയും പരിപ്പൊക്കെ മേടിക്കണ്ട ഇതിനു മുൻപേ ഉള്ള പ്രശ്നം അവിടെ ജോലിക്ക് പോണ പ്രശ്നമാണ് ഇത്രയും പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ജോലിക്ക് പോവാ അത് നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല നിങ്ങൾ എന്തുകൊണ്ട് അമ്മയ്ക്ക് പോകണ്ടേ ഞാൻ ഉണ്ടാക്കി തരാൻ കാശ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ പോണ്ടെന്ന് എന്റെ അമ്മയുടെ അടുത്ത് മരുമോളെ നോക്കാൻ വേണ്ടി പോയി മരുമോളെ നോക്കാൻ പിന്നെ നിങ്ങൾ നോക്കുന്നില്ല അവരെ കൊച്ചുമക്കളല്ലേ അവര് നോക്കിയേ പറ്റൂ ചിലപ്പോ എന്റെ അമ്മ എനിക്ക് 100 100 തരും അത് എന്റെ അമ്മ തന്നെ എന്തിനാണ് ഇനി വെള്ളടിക്കാനല്ല